ഹായ് ഗൈസ്, ഇന്ന് നമ്മൾ ചെറിയൊരു ട്രിപ്പ് പോവാണ്, അതും അതിരമ്പള്ളിയിൽ. ആക്ച്വലി ഈ ട്രിപ്പിന്റെ പുറകില് അല്ലേ, ട്രിപ്പ് പോണതിന്റെ പുറകില് വേറൊരു ഉദ്ദേശം കൂടെ ഉണ്ട്. അതെന്തായാലും സാവുക ഒരു വണ്ടി എടുക്കുക. ഏത് വണ്ടി? സ്കോർപിയോ. സാവുക എന്തിന് സ്കോർപിയോ? വേറെ വണ്ടികളൊക്കെ ഉണ്ടല്ലോ. വേറെ വണ്ടികളുണ്ട്. ആക്ച്വലി എന്റെ മൈൻഡിൽ ഉണ്ടായിരുന്നത് ഒരു ഫോർഡ് എൻഡേവർ ആണ്, പഴയ എൻഡേവർ ഇല്ലേ, അതായിരുന്നു എന്റെ മൈൻഡിൽ ഉണ്ടായിരുന്നത്. നിനക്കറിയാലോ, അറിയാൻ പാടാത്തിട്ട് ഞാൻ പറയാം, ഞാനൊരു 10 വർഷമായിട്ട് ഫോർഡിൽ വർക്ക് ചെയ്തൊരു വ്യക്തിയാണ്. എനിക്ക് ഫോർഡ് എൻഡേവറിനോട് ഭയങ്കര ഒരു ഇഷ്ടമുള്ളൊരു മോഡലാണത്. പക്ഷേ ഞാനിപ്പോൾ അത് എടുക്കാത്തത് ഒന്നാമത്തെ കേസ് അതിൻ്റെ സ്പെയർ കിട്ടാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, എന്തൊക്കെ പറഞ്ഞാലും. പിന്നെ എനിക്ക് വേറൊരു പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ലോങ് പോകുമ്പോൾ, ഇപ്പോൾ റോജനറിയാം, കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഞങ്ങൾ വണ്ടികൾ പോയി കളക്ട് ചെയ്യാറുള്ള ആൾക്കാരാണ്. അപ്പോൾ ഓടിച്ച് വരൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള വണ്ടികൾ കുറച്ചുകൂടി ഹൈറ്റ് എനിക്ക് വേണം. കാരണം വണ്ടി ഇപ്പോൾ സീറ്റ്സ് എടുത്ത് മാറ്റിയാലും ഒരു ബൈക്ക് മിറർ ഊരി കഴിഞ്ഞാൽ നമുക്ക് ബൈക്ക് അകത്ത് കയറ്റി വെക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു ഓപ്ഷൻ ഉള്ളത് സ്കോർപിയോയിലാണ് ഞാൻ നോക്കിയിട്ട് കണ്ടത്. അപ്പോൾ എൻഡേവർ എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ഞാൻ അങ്ങോട്ട് മാറ്റുവാണ് തൽക്കാലം. അപ്പോൾ സ്കോർപിയോ ഒരെണ്ണം സെറ്റായിട്ടുണ്ട്. അപ്പോൾ വണ്ടി ഇരിക്കുന്നത് നമ്മുടെ അതിരമ്പള്ളിയിലാണ്. നമ്മൾ ആക്ച്വലി ഒരു യൂസ്ഡ് കാർ പർച്ചേസ് ചെയ്യുമ്പോഴേക്കും എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ നോക്കേണ്ടത്? ഞാനിത് മെയിനായിട്ട് ചോദിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്കറിയാം, പക്ഷെ നമ്മുടെ വ്യൂവേഴ്സിന് അറിയില്ല. നിസാബുക്ക് നേരത്തെ യൂസ്ഡ് കാസിന്റെ സെയിൽ ഉണ്ടായിരുന്നുള്ള കാര്യം. അതുകൊണ്ട് അന്നും ഇന്നും എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു യൂസ്ഡ് കാർ പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? എല്ലാം അറിയാമെന്ന് ഞാൻ പറയുന്നില്ല എനിക്ക്, പക്ഷെ എനിക്കറിയാവുന്ന ചില കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. മെയിനായിട്ട് ആക്സിഡൻ്റ് ആണോ എന്നുള്ളത് നോക്കും, ഫ്ലഡ് ആണോ എന്നുള്ളത് നോക്കും, പിന്നെ വണ്ടിയുടെ ഓവറോൾ കണ്ടീഷൻ, പിന്നെ മെക്കാനിക്കലി ഫിറ്റ് ആണോ, ടയേഴ്സ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് മെയിൻലി ഞാൻ ചെക്ക് ചെയ്യണത്. ഇപ്പോൾ ആക്സിഡൻ്റ് ആണോ എന്നുള്ളത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് എല്ലാ ഗ്ലാസിൻ്റെയും ഇയർ സെയിം ആണോ എന്നുള്ളത് ഞാൻ നോക്കും. പിന്നെ ഡോർസിൻ്റെ പേസ്റ്റിങ്, അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ടിൽ ഇടിച്ചിട്ടുണ്ടോ, പിന്നെ കിലോമീറ്റർ ജെനുവിൻ ആണോ. അപ്പോൾ പിന്നെ ഇത്രയും പഴയ വണ്ടികളൊക്കെ ആണെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഹിസ്റ്ററി ഒന്നും കിട്ടിയെന്ന് വരില്ല, കാരണം മിക്കവരും പുറത്തുനിന്നായിരിക്കും സർവീസ് ചെയ്യണം. അപ്പോൾ നമ്മളുടെ ആ ഒരു ചെറിയൊരു എക്സ്പീരിയൻസ് വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എടുക്കും. അത് വണ്ടി നേരിട്ട് കണ്ടാലേ നമുക്ക് അതൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലാവുള്ളൂ. ഓക്കെ, ലെറ്റ്സ് സീ, നോക്കാം. അത് മാത്രമല്ല, വണ്ടി നീറ്റാണ്, ഔട്ട്ലുക്ക് മാത്രമല്ല ഇന്റീരിയർ നമ്മൾ നോക്കാറുണ്ട്. തീർച്ചയായിട്ടും, കാരണം നല്ല ക്വാളിറ്റി ഉള്ള ഇന്റീരിയർ കാണുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ സാറ്റിസ്ഫാക്ഷൻ ആണ് ഒരു വണ്ടി പർച്ചേസ് ചെയ്യാൻ വേണ്ടി. നമ്മുടെ വ്യൂവേഴ്സിന് മാത്രമല്ല, പൊതുവെ മൊത്തത്തിൽ എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും. 2018 ഫ്ലഡ് വന്നത്. ഫ്ലഡ് വന്നതിന് ശേഷം, ഇത് 2024 ആയല്ലേ ഇപ്പൊ, അതിനുശേഷം ഒരുപാട് വണ്ടികൾ, ഫ്ലഡായ വണ്ടികൾ പണിത് അവര് വർക്ക് ചെയ്ത് എടുത്തിട്ടുണ്ടാവും. അതൊക്കെ ഇപ്പൊ നേരത്തെ ഒരുപാട് ഓർഡർ ഉണ്ടാവില്ല. അതൊക്കെ യൂസ്ഡ് മാർക്കറ്റിലേക്ക് വരുമ്പോഴേക്കും ഏത് വണ്ടിയാണോ നമ്മൾ കാണുന്നത് അത് ഫ്ലഡ് ആണെന്ന് നമ്മൾ എങ്ങനെ സ്പോട്ട് ചെയ്യും? ഞാനിത് ചോദിക്കാനുള്ള കാരണം, നിസാബുക്ക നേരത്തെ ഒരുപാട് യൂസ്ഡ് കാസ് ഒക്കെ ഡീൽ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ എന്തായാലും നിസാബുക്ക അറിയാൻ പറ്റുമല്ലോ ഫ്ലഡ് കാസ് എങ്ങനെ സ്പോട്ട് ചെയ്യണം, അതെങ്ങനെ നമ്മൾ സ്പോട്ട് ചെയ്യും? ഈ പറഞ്ഞ കറക്റ്റാണ്. കാരണം ഇത്രയും വർഷമായതുകൊണ്ട് അതൊക്കെ റെക്ടിഫൈ ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. എനിക്കെല്ലാം അറിയാമെന്നൊന്നും ഞാൻ പറയണില്ല, പക്ഷെ അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. മെയിനായിട്ട് നമ്മൾ ഇപ്പോൾ അധികം പഴക്കമില്ലാത്ത വണ്ടിയൊക്കെ ആണെങ്കിൽ ആ വണ്ടിക്ക് ആക്സിഡൻ്റ് ഒന്നും ഇല്ലയെന്ന് വിചാരിച്ചോ, അപ്പോൾ അതിൻ്റെ ഹെഡ് ലൈറ്റ്സ്, ടെയിൽ ലൈറ്റ്സ് ഒക്കെ ഒറിജിനൽ ആണോ എന്നുള്ളത് നോക്കുക. മനസ്സിലായി? ചിലർ ഒരു 7 വർഷം 8 വർഷം പഴക്കമുള്ള വണ്ടിയൊക്കെ പുതിയ ഹെഡ് ലൈറ്റ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ടാവും, ബാക്കിലും ടെയിൽ ലൈറ്റ് ആണെങ്കിലും ഹെഡ് ലൈറ്റ് ആണെങ്കിലും. അപ്പോൾ അതിൽ നിന്നൊക്കെ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. പുറമേ പിന്നെ കൂടുതൽ മനസ്സിലാക്കുന്നത് നമുക്ക് അകമേ, അതായത് ഇൻറ്റീരിയറിലാണ് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇപ്പോൾ ഇത്രയും കാലപ്പഴക്കം വന്നുകൊണ്ട് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ പാടാണ്. പക്ഷേ എങ്കിലും നമുക്ക് ഇത് പറഞ്ഞ പോലെ സീറ്റ് ബെൽറ്റ് നോക്കുക, പുതിയ സീറ്റ് ബെൽറ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. അതായത് വൺസ് ഫ്ലഡ് ആയി കഴിഞ്ഞാൽ സീറ്റ് ബെൽറ്റ് ഒന്നും നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അതില്ല കറകളും കാര്യങ്ങളും പിടിച്ചിട്ടുണ്ടാവും, കറക്റ്റ് പ്രോപ്പർ വർക്ക് ചെയ്യില്ല. അപ്പോൾ എന്തായാലും സീറ്റ് ബെൽറ്റൊക്കെ റീപ്ലേസ് ചെയ്തിട്ടുണ്ടാവും. പിന്നെ നമ്മൾ ഇരിക്കുന്ന സീറ്റ്സ് അഡ്ജസ്റ്റ് ചെയ്യുമ്പോഴേക്കും ഒരു ഉരച്ചിലും അതുപോലെ തന്നെ അതിൻ്റെ താഴെയുള്ള റസ്റ്റ് കാര്യങ്ങളൊക്കെ, അകത്ത് റസ്റ്റ് പിടിക്കുന്നത് വളരെ ചുരുക്കമായിരിക്കും. മനസ്സിലായി? അപ്പോൾ അതെന്തെങ്കിലും ഈ പറഞ്ഞ പോലെ ഫ്ലഡ് ആയി കഴിയുമ്പോഴേക്കാണ് കൂടുതലും അവിടെ ആ ഭാഗത്തൊക്കെ റസ്റ്റ് വരുന്നത്. പിന്നെ നമുക്ക് വയറിങ്, ഇപ്പോൾ നമുക്ക് ഈ ഡാഷ്ബോർഡ് അഴിച്ചു കഴിഞ്ഞാൽ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ചെറിയൊരു സംശയം തോന്നിക്കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഡാഷ്ബോർഡ് അഴിച്ചിട്ട് ഡാഷ്ബോർഡിലെ വയറിങ്ങിൽ വരുന്ന എന്തെങ്കിലും ഒരു അംശം നമുക്ക് ഫ്ലഡ് ആയതിൻ്റെതായിട്ടുള്ള അതൊക്കെ നമുക്ക് കാണാൻ പറ്റും. മനസ്സിലായോ? റീസീൽ ചെയ്തിട്ടുണ്ടാവും, ചിലപ്പോൾ വയറിംഗ് മാറ്റിയിട്ടുണ്ടാവുമായിരിക്കാം. അതെ. പക്ഷെ കംപ്ലീറ്റ് ആയിട്ട് ആരും റീപ്ലേസ് ചെയ്യില്ല.
ഒരു 30% പഴയതൊക്കെ തന്നെ ആയിരിക്കും കൂടുതൽ ഇരിക്കുന്നത്. അതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ നോക്കുക. പിന്നെ സീറ്റ് നോക്കുക, സീറ്റ് കവർ അടിച്ചിട്ടുണ്ടാവുമായിരിക്കും. സീറ്റ് കവർ അടിച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് പഴയ സീറ്റിൻ്റെ ഫോമിലൊക്കെ നമുക്ക് കുറേ കാര്യങ്ങൾ ഒന്ന് സ്മെല്ല് ചെയ്താൽ പോലും നമുക്ക് അതിൻ്റെ ഒരു ആ പണ്ടത്തെ ആ ഒരു ഫ്ലഡ് ആയതിൻ്റെ സ്മെല്ല് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പം അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. പിന്നെ നമുക്ക് ഹിസ്റ്ററി നോക്കാം. ക്ലൈം ചെയ്തിട്ടുണ്ടോ, ഇത് ഫ്ലഡ് ക്ലൈം ചെയ്തതാണോ, ഇനിയിപ്പോൾ ഫ്ലഡ് ക്ലൈം ചെയ്യാതെ പുറത്തുനിന്ന് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മെയിനായിട്ട് നോക്കുക. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ അറിയുന്നുണ്ടെങ്കിൽ എനിക്ക് പറഞ്ഞു തരാം. അതെ, അത്ര കമന്റിൽ അറിയിക്കാം. വണ്ടി കണ്ടു, ചെക്കിങ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ അങ്ങനെ വണ്ടി പർച്ചേസ് ചെയ്യാണ്. ഒരുപാടധികം പണികൾ ഈ വണ്ടിക്ക് ഉണ്ട്. അതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മളെടുത്ത് ഈ ഫുള്ള് വർക്ക്, മെക്കാനിക്കൽ സൈഡായാലും ബോഡി സൈഡാണെങ്കിലും എല്ലാ വർക്കും തീർത്ത് നമ്മൾ ഇറക്കും. അതിൻ്റെ വീഡിയോ അടുത്ത ദിവസങ്ങളിൽ വരുന്നതാണ്. അപ്പോൾ എല്ലാവരും സ്റ്റേ ട്യൂൺഡ്. ബൈ.